പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഒരു അവധിക്കാലം കഴിഞ്ഞ് എല്ലാവരും വീണ്ടും സജീവമായിരിക്കുകയാണ്. എല്ലാവരും കുട്ടികളെ എഴുത്തിനിരുത്തുകയും ഒക്കെ ചെയ്ത് കുട്ടികളൊക്കെ പുതിയ ഒരു അക്ഷര ലോകത്തേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കുരുന്നുകൾക്കെല്ലാം ആദ്യം തന്നെ ആശംസ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ്. എൻ്റെ അഭിപ്രായമാണ്. അതിന് ആര് പൊങ്കാല ഇട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ പറയാനുള്ളത് എവിടെയാണെങ്കിലും പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ. ഈ കുട്ടികളെയൊക്കെ എഴുത്തിനിരുത്തുന്നത് പണ്ട് കാലം തൊട്ട് നമ്മൾ കണ്ടുവന്നുകൊണ്ടിരുന്നത് പള്ളികളിലും ക്ഷേത്രങ്ങളിലുമാണ്. എന്നാൽ ഇപ്പം കണ്ടുവരുന്നത് ഒരുപാട് പത്രസ്ഥാപനങ്ങളിലൊക്കെയാണ് കുട്ടികളെ എഴുത്തിനിരുത്തുന്നതായിട്ട് കണ്ടുവരുന്നത്. ഞാൻ നോക്കിയപ്പോഴത്തേന് അതൊക്കെ ഒരുപാട് ബിസിനസ് തന്ത്രങ്ങളായിട്ടാണ് കാണുന്നത്. കാരണം അവരുടെ ആൾക്കാരെയൊക്കെ വിളിച്ചിരുത്തി അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, അതുപോലെ ഫോട്ടോ എടുക്കുന്നു, പബ്ലിസിറ്റി കൊടുക്കുന്നു. അതുപോലെ ഇന്നടത്ത് എഴുത്തിനിരുത്തി കഴിഞ്ഞാൽ ഒരുപാട് സാംസ്കാരിക നായകന്മാർ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്നാണ് ഈ എഴുത്തിനിരുത്തുന്നത്. ഇവരുടെയൊക്കെ കയ്യിലിരിപ്പ് നമുക്ക് അറിയത്തുള്ളൂ, അത് വേറെ വിഷയം. എങ്കിലും അവരെ കൊണ്ടൊക്കെയാണ് ഇവർ എഴുത്തിനിരുത്തുന്നത്. അപ്പം അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് നമ്മളിപ്പോൾ ക്ഷേത്രങ്ങളിലും പള്ളികളിലും എവിടെ ആരാധനാലയത്തിലും നമ്മൾ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ക്ഷേത്രങ്ങളിലും പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഒരു സന്തോഷം പകരും. നമ്മുടെയൊക്കെ ഇപ്പം വീട്ടുകളിൽ നിന്നൊക്കെ ആണെങ്കിലും എല്ലാവരും ചോദിക്കും, അങ്ങനെ എന്തിനാ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോയെന്ന്. പക്ഷേ വീട്ടിലെ ഒരു അന്തരീക്ഷമല്ല. നമ്മളൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ആ ക്ഷേത്രത്തിന്റെ നിർമ്മിതിയും അതിനോടനുബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ, അവിടെ ദൈവപരമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ക്ഷേത്രങ്ങളിലും പള്ളികളിലും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും നമുക്കൊരു മനസ്സിനൊരു പ്രത്യേക കുളിർമയാണ്, ഒരു പോസിറ്റീവ് എനർജിയാണ്. നമ്മുടെ പ്രകൃതി തന്നെ നിർമ്മിച്ചിരിക്കുന്നത് പോസിറ്റീവും നെഗറ്റീവും. ദൈവം എന്ന് പറഞ്ഞൊരു ശക്തി ഉണ്ടെങ്കിൽ പിശാചും ഉണ്ട്. പ്രകൃതിയിൽ പോസിറ്റീവ് ഉണ്ടോ നെഗറ്റീവ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പം അമ്പലത്തിലും പള്ളികളിലും ഒക്കെ ഈ ചടങ്ങുകളൊക്കെ പണ്ട് കാലം തൊട്ട് ധാരാളമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം ഇത് കണ്ടുവരുന്നത് പത്രസ്ഥാപനങ്ങളിലൊക്കെയാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഈ പത്രധർമ്മം എന്ന് പറയുന്നത് നമുക്കറിയാം, ഓരോ രാഷ്ട്രീയക്കാർക്ക് ഓരോരോ പത്രങ്ങളാണ്. അപ്പം അത് പ്രതിനിധീകരിച്ചാണ് വാർത്തകൾ കൊടുക്കുന്നത്. ഇലക്ഷന്റെ സമയത്തിന് തൊട്ട് മുമ്പ് ഒരു സർവേ പത്രക്കാരെല്ലാം കൂടെ നടത്തും. ആ നടത്തുന്നതിന്റെ കാര്യം എന്നാണെന്നറിയോ? ഇവരാദ്യം തന്നെ സർവേ നടത്തി കഴിയുമ്പോഴത്തേന് ഇവർക്ക് ഏകദേശം മനസ്സിലാകും ആരാണ് ജയിക്കാൻ പോകുന്നുള്ളത്. പിന്നെ ഇത് കഴിയുമ്പോൾ, സർവേ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടാണ് ഈ ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്, ഇവർ ഈ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾക്കൊക്കെ അവിടെയൊക്കെ എഴുത്തിനിരുത്തിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് ഈ വിദ്യ എന്ന് പറയുന്നത് ഒരു ദൈവത്തിന്റെ വരദാനമാണ്. ആ വരദാനം അത് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ കുറിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ അവിടെ പഠിക്കുകയോ പഠിക്കാതിരിക്കുകയോ ബുദ്ധിമാനാകുക അല്ലെങ്കിൽ ശാസ്ത്രജ്ഞനാകുക എന്നൊന്നല്ല. ദൈവം എല്ലാവർക്കും ഒരുപോലെ അല്ല കഴിവ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന കഴിവ് എങ്ങനെ വിനിയോഗിക്കും എന്നനുസരിച്ചാണ് ഓരോ മനുഷ്യന്റെ വിജയം. പക്ഷെ എനിക്ക് ഈ പത്രസ്ഥാപനങ്ങളിൽ നടത്തുന്ന ഈ കച്ചവടത്തിനോട് ഈ വിദ്യാഭ്യാസ അതുപോലെ എഴുത്തിനിരുത്തുന്ന കച്ചവടത്തിനോട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് പങ്കുവയ്ക്കുക.